കൃഷി എന്ന് പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറഞ്ഞാൽ അതിൽ വിജയം മാത്രമല്ല പരാജയവും ഉണ്ട്. അതുകൊണ്ട് കൃഷിയിൽ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിജയത്തിൻ്റെ കഥകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, പരാജയത്തിൻ്റെ കഥകളും ഉണ്ട്. ഈ പ്രദേശം മുഴുവൻ കവുങ്ങ് കൃഷിയൊക്കെ കംപ്ലീറ്റ് നശിച്ച ശേഷമാണ് നമ്മൾ മറ്റു കൃഷികളിലേക്കൊക്കെ സ്വയമേവ നീങ്ങുന്നത്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വെജിറ്റബിൾ തോട്ടത്തിലാണ്. പയർ കൃഷി, അതുപോലെ തന്നെ ടൊമാറ്റോ, ബ്രിഞ്ചാള്, പച്ചമുളക് ഇങ്ങനെയുള്ള കൃഷികളാണ് ഇവിടെ നടത്തുന്നത്. ഇത് മീറ്റർ പയറാണ്. പഴയ നാടൻ പയറൊന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. നല്ല പഴയ നാടൻ പയറിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇപ്പം നമ്മളെല്ലാം നമ്മുടെ ഇപ്പോഴത്തെ നാടൻ ഇതാണ്. പച്ചക്കറി തണുപ്പ് കാലത്ത്, അതായത് മഴയൊക്കെ അവസാനിച്ച കാലത്ത് നമുക്ക് ഭംഗിയായിട്ട് കൃഷി ചെയ്യാവുന്ന, അത്യാവശ്യം വരുമാനമൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു കൃഷിയാണ്. നമുക്ക് വിളകൾ മാത്രം പോരാ, ഭക്ഷ്യവസ്തുക്കളും കൃഷി ചെയ്യേണ്ടത് നമ്മുടെ കാലത്തിൻ്റെ ഒരു അത്യാവശ്യമാണ്. നമ്മുടെ ഈ സ്ഥലം മുഴുവൻ ആദ്യകാലത്ത് കവുങ്ങിൻ്റെ തോട്ടമായിരുന്നു. പിന്നീട് കവുങ്ങിന് മഞ്ഞളിപ്പ് രോഗമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കവുങ്ങ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഇതിലേക്ക് ഓരോന്ന് നിൽക്കുന്നുള്ളൂ. കവുങ്ങുണ്ടായിരുന്നപ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ സാമ്പത്തിക നിലയൊക്കെ നന്നായിട്ട് സ്വാധീനിച്ചിരുന്ന ഒരു ഘടകം കവുങ്ങ് കൃഷിയായിരുന്നു. അടക്കയുടെ വിളവനുസരിച്ച് നമ്മുടെ ജീവിത നിലവാരമൊക്കെ നന്നായിട്ട് മെച്ചപ്പെട്ടിരുന്ന ഒരു ഇതായിരുന്നു. പക്ഷെ കവുങ്ങ് കൃഷി പോയതോടുകൂടി നമ്മുടെ ജീവിത നിലവാരത്തെ അത് ബാധിച്ചു. പരാജയത്തിൽ നിന്ന് നമ്മൾ പുതിയ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിട്ട് പുതിയ മേഖലയിലേക്ക് കാൽ വെക്കുക എന്നുള്ളതാണ് ഇനിയുള്ള കാലത്ത് കൃഷിയിൽ ജീവിക്കുവാനുള്ള ഒരു വഴി. ഇതോടൊപ്പം തന്നെ നമ്മളിവിടെ വാഴ കൃഷി ആരംഭിക്കുന്നുണ്ട്. ഏത്തവാഴയുടെ കൃഷി 1 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ പുതിയ വിത്ത് ഇറക്കും. അങ്ങനെ കൃഷി നമ്മൾ പരമാവധി വൈവിധ്യവൽക്കരിക്കുക. അങ്ങനെയൊക്കെ ഇനിയുള്ള കാലത്ത് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.